ഹലോ എവരി വൺ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിംഗ് തിങ്സ്, ജീവന്റെ ഉത്ഭവം ജീവികളുടെയും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ട് തിയറീസ് പറഞ്ഞിരുന്നു അല്ലെ? ഏതൊക്കെ തിയറീസ് ആണ്? ഒന്നെന്ന് പറയുന്നത് പാൻസ്പെർമിയ തിയറി, രണ്ട് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ അതിനകത്തിലെ അംഗീകരിക്കപ്പെടുന്ന തിയറി എന്ന് പറയുന്നത് ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അപ്പൊ ആ തിയറി അനുസരിച്ച് എങ്ങനെയാണ് ലൈഫ് ഒറിജിൻ ചെയ്തത്? സീ വാട്ടറിലാണ്. അതായത് സീ വാട്ടറിലുള്ള സബ്സ്റ്റൻസസിന്റെ കെമിക്കൽ ചേഞ്ചസിന്റെ ഫലമായിട്ട്, അതായത് സമുദ്രജലത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ രാസമാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ലൈഫ് ഒറിജിൻ ചെയ്തതെന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത്? കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ ഇതനുസരിച്ചിട്ട് കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ രാസമാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ലൈഫ് ഒറിജിൻ ചെയ്തത് അല്ലേ? അപ്പൊ അതിനി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം. കെമിക്കൽ എവല്യൂഷൻ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന യുണീക് കണ്ടീഷൻസ് അല്ലെങ്കിൽ സവിശേഷ സാഹചര്യങ്ങളുടെ ഫലമായിട്ടാണ് സീ വാട്ടറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഈ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ആ അറ്റ്മോസ്ഫിയർ കാരണമാണ് ലൈഫ് ഒറിജിൻ ചെയ്തത് അല്ലേ? അപ്പൊ ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം, അതിന് എങ്ങനെയാണ് പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അന്തരീക്ഷം സഹായിച്ചത്? അപ്പൊ ഈ പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ അന്തരീക്ഷത്തിൽ ധാരാളം ഗ്യാസസ് ഉണ്ടായിരുന്നു, വാതകങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ, ഉന്നത താപനിലയായിരുന്നു അല്ലെ? അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറിലൊന്നും ലൈഫ് സാധ്യമല്ല. അപ്പൊ ആ ഹൈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഗ്യാസസ് ഉണ്ടായിരുന്നു. ഏതൊക്കെ ഗ്യാസസ് ആണ്? ഹൈഡ്രജൻ, മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. ഇത്രയും ഗ്യാസസ് എവിടെ ഉണ്ടായിരുന്നു? പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. ദെയർ വാസ് നോ ഫ്രീ ഓക്സിജൻ. സ്വതന്ത്രമായിട്ടുള്ള ഓക്സിജൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഹൈ ടെമ്പറേച്ചർ, ഉന്നത താപനിലയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയിൻ, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. ഇനിയും ഓക്സിജൻ അന്ന് ഉണ്ടായിരുന്നോ? ഓക്സിജൻ ഇല്ലായിരുന്നു. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി, സ്റ്റീം ഇല്ലേ, അതിന് കണ്ടൻസേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ഘനീഭവിച്ചു. ഘനീഭവിച്ചതിന്റെ ഫലമായിട്ട് റെയിൻ അല്ലെങ്കിൽ മഴ ഉണ്ടായി. മഴ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തപ്പോഴത്തേക്ക് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്തുണ്ടായത്? ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായത്. ഇനി ഈ ഓഷൻസിനകത്തിൽ ധാരാളം സബ്സ്റ്റൻസസ്, വിവിധങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെന്ന് പറയുന്നത് ഈ ഓഷൻസ് ഫോം ചെയ്തപ്പോഴത്തേക്ക് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ധാരാളം ഗ്യാസസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ വാതകങ്ങളിൽ നിന്നുള്ള പദാർത്ഥങ്ങളൊക്കെ എവിടേക്ക് എത്തി? ഈ ഓഷൻസിലേക്ക് അല്ലെങ്കിൽ സമുദ്രങ്ങളിലേക്ക് എത്തി. അപ്പൊ എങ്ങനെയാണ് ഓഷൻസ് ഫോം ചെയ്തത്? ഉണ്ടായിരുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം എന്ത് ചെയ്തു? കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീഭവിച്ചു. ഘനീഭവിച്ചതിന്റെ ഫലമായിട്ട് റെയിൻ അല്ലെങ്കിൽ മഴ ഉണ്ടായി. അതുപോലെ തന്നെ ഓഷൻസ് ഫോം ചെയ്തു. ഇനി ഈ ഓഷൻസിനകത്തിൽ ധാരാളം സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങളൊക്കെ ഫോം ചെയ്തു അല്ലെ? അതായത് സമുദ്രത്തിൽ ധാരാളം പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഈ പദാർത്ഥങ്ങളൊക്കെ തമ്മിൽ എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം അല്ലെ? അതായത് ഓഷൻസിലുള്ള പദാർത്ഥങ്ങൾ തമ്മിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി സോഴ്സ് അല്ലെങ്കിൽ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഒന്ന് സൺലൈറ്റ് ആയിരുന്നു. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി ലഭിച്ചു. അതുപോലെ തന്നെ ലൈറ്റ്നിങ്, ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അപ്പൊ ഈ എനർജി സോഴ്സസിൽ നിന്നും അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളിൽ നിന്നും ഈ ഓഷൻസിൽ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങൾക്ക് തമ്മിൽ പ്രവർത്തിക്കാനുള്ള എനർജി അല്ലെങ്കിൽ ഊർജം ലഭിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ ഓഷനിൽ അല്ലെങ്കിൽ സമുദ്രത്തില് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഫോം ചെയ്തു. ലഘു ജൈവ കണികകൾ ഫോം ചെയ്തു. അതായത് സീ വാട്ടറിൽ ധാരാളം സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? ആ പദാർത്ഥങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചത്? സൺലൈറ്റ്, ലൈറ്റ്നിങ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്. അപ്പൊ അങ്ങനെ ആ പദാർത്ഥങ്ങളെല്ലാം കൂടി പരസ്പരം റിയാക്ട് ചെയ്തു. അതിന്റെ ഫലമായിട്ട് സിമ്പിൾ ബയോമോളിക്യൂൾസ് എവിടെ ഫോം ചെയ്തു? ഓഷനിൽ ഫോം ചെയ്തു ഇല്ലേ? അതായത് സമുദ്രത്തിലെ ലഘു ജൈവ കണികകൾ ഫോം ചെയ്തു. ഇനി ഇതിൽ നിന്നും കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് ഫോം ചെയ്തു. അതായത് സങ്കീർണങ്ങളായിട്ടുള്ള ജൈവ കണികകൾ രൂപപ്പെട്ടു. ഇനി ഇതിൽ നിന്നുമാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടായത്. ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസംസിൽ കാണപ്പെടുന്ന ഓർഗാനിക് സബ്സ്റ്റൻസസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിക് ആസിഡുകൾ. അപ്പൊ എല്ലാ ജീവനുള്ളവയിലും എന്തുകൊണ്ട്? ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട്. രണ്ട് ന്യൂക്ലിക് ആസിഡുകളാണുള്ളത്, DNA ആൻഡ് RNA. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ സങ്കീർണങ്ങളായിട്ടുള്ള ജൈവ തന്മാത്രകളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള
പദാർത്ഥങ്ങളായിട്ടുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഫോം ചെയ്തു. അതായത് DNA-യും RNA-യും ഫോം ചെയ്തു. ഇനി ഈ ന്യൂക്ലിക് ആസിഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ആവരണം വന്നു. ആവരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടുള്ളതായിരുന്നു? ലിപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടുള്ള ആവരണമായിരുന്നു. അപ്പൊ ഇങ്ങനെ ന്യൂക്ലിക് ആസിഡിനെ കവർ ചെയ്തിട്ട് ഒരു ലിപ്പിഡ് ഷീത്ത് അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണം വന്നു. ഇതിൽ നിന്നുമാണ് പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമകോശം രൂപപ്പെട്ടത്. അപ്പൊ ഇവിടെ സീ വാട്ടറിലാണ് എന്ത് നടന്നത്? കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നടന്നത്. ഈ കെമിക്കൽ ചേഞ്ചസിന്റെ ഫലമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഏതാണ്? ന്യൂക്ലിക് ആസിഡുകൾ ഫോം ചെയ്തു. ന്യൂക്ലിക് ആസിഡുകൾക്ക് ഒരു ഷീത്ത്, ഒരു ആവരണം വന്നു. എന്തുകൊണ്ടുള്ള ഷീത്താണ്? ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടുള്ള ആവരണമാണ് വന്നത്. അതിൽ നിന്നുമാണ് പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമകോശം രൂപപ്പെട്ടത്. ഈ പ്രിമിറ്റീവ് സെല്ലിന് സെൽഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വയം വിഭജിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെല്ല് പിന്നീട് എന്ത് ചെയ്ത് കാണും? ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നും എന്തോ ഉണ്ടായി? സിമ്പിൾ സ്ട്രക്ചർ ഉള്ള ഓർഗാനിസംസ് ഒക്കെ ഫോം ചെയ്തു. പിന്നീട് അതിൽ നിന്നുമാണ് കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ള ഓർഗാനിസംസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ജീവികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെ? കാരണം എന്താണ്? ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. പിന്നെ ഗ്യാസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അമോണിയ, മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയായിരുന്നു, അല്ലെ? ഓക്സിജൻ ഇല്ലായിരുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടൻസേഷന് വിധേയമായി അതിന്റെ ഫലമായിട്ട് റെയിൻ ഫോം ചെയ്തു. അങ്ങനെയാണ് ഓഷൻസ്, അല്ലെ? അതായത് സമുദ്രങ്ങൾ ഉണ്ടായി. ഈ സമുദ്രങ്ങളിൽ പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഈ പദാർത്ഥങ്ങളെല്ലാം എന്ത് ചെയ്തു? പരസ്പരം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സസ് ഏതൊക്കെയായിരുന്നു? ലൈറ്റ്നിങ്, അൾട്രാവയലറ്റ് റേഡിയേഷൻ, സൺലൈറ്റ്, വോൾക്കാനിക് ഇറപ്ഷൻസ് തുടങ്ങിയവയായിരുന്നു, അല്ലെ? ഈ എനർജി കിട്ടിയതിന്റെ ഫലമായിട്ട് സീ വാട്ടറിൽ സിമ്പിൾ ബയോമോളിക്യൂൾസ് ഫോം ചെയ്തു. ലഘു ജൈവ കണികകൾ ഫോം ചെയ്തു. പിന്നീട് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്, സങ്കീർണ ജൈവ കണികകൾ ഫോം ചെയ്തു. ദെൻ കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഫോം ചെയ്തു. ന്യൂക്ലിക് ആസിഡുകൾക്ക് ഒരു ഷീറ്റ്, ഒരു ആവരണം വന്നു. എന്തിന്റെ ആവരണമാണ്? ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ആവരണമാണ് വന്നത്. ദെൻ അതിൽ നിന്നും പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമകോശം ഉണ്ടായി. ഈ പ്രിമിറ്റീവ് സെല്ലിന് എന്തിനുള്ള കഴിവുണ്ടായിരുന്നു? റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് അംഗീകരിക്കപ്പെട്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളുണ്ട്. അപ്പൊ ആ കോൺട്രിബ്യൂഷൻസ് ആരൊക്കെയാണ് നൽകിയതെന്ന് നമുക്ക് നോക്കാം. ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഇവർ പറഞ്ഞത് ഈ അന്തരീക്ഷത്തിൽ ഗ്യാസസ് ഉണ്ടായിരുന്നല്ലോ, ആ വാതകങ്ങളിൽ നിന്നുമാണ് ലൈഫ് ഒറിജിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഫോം ചെയ്തത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസിൽ നിന്നും ജീവൻ ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫിന് ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിച്ച ആൾക്കാരാണ് ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ആ ഗ്യാസസ്, ഇല്ലേ? ആ ഗ്യാസസിൽ നിന്നുമാണ് എന്തോ ഫോം ചെയ്തത്? ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ ഉത്ഭവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ ഉണ്ടായതെന്ന് തെളിയിച്ചു. ദെൻ അടുത്ത ആളെന്ന് പറയുന്നത് സിഡ്നി ഫോക്സ് ആയിരുന്നു. പ്രോട്ടീനുകളെ പോലെയുള്ള തന്മാത്രകൾ ആർട്ടിഫിഷ്യലി നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് സിഡ്നി ഫോക്സ്. അടുത്ത ആളെന്ന് പറയുന്നത് ജോവാൻ ഓറോ. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിക് ആസിഡ്, ഇല്ലേ? ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? DNA ആൻഡ് RNA ആണ്. അതായത് നമ്മളുടെ ജീൻസ് അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ന്യൂക്ലിക് ആസിഡുകൾ രണ്ട് തരത്തിലാണ്, DNA ആൻഡ് RNA. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഈ ന്യൂക്ലിക് ആസിഡുകളുടെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള നൈട്രജൻ ബേസുകൾ, ഇല്ലേ? അപ്പൊ ആ നൈട്രജൻ ബേസുകളിൽ ഒരു നൈട്രജൻ ബേസ് ആണ് ഏതെന്ന് പറയുന്നത്? അഡിനിൻ. അപ്പൊ ആ അഡിനിൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആളാണ് ആര്? ജോവാൻ ഓറോ. അപ്പം ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് DNA ആൻഡ് RNA ആണ്. DNA RNA നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ്, നിർമ്മാണ ഘടകങ്ങളെ അറിയപ്പെടുന്ന പേര് ന്യൂക്ലിയോടൈഡ്സ് എന്നാണ്. അതിനകത്ത് നൈട്രജൻ ബേസുകളുണ്ട്. അപ്പൊ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് DNA-ക്കകത്തിൽ 4 എണ്ണമാണ്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പൊ അതിനകത്തിലെ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ച ആളാണ് ജോവാൻ ഓറോ. അപ്പൊ ഈ കെമിക്കൽ ചേഞ്ചസിന്റെ ഫലമായിട്ടാണ് ലൈഫ് ഒറിജിൻ ചെയ്തത്, അല്ലെ? അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഇൻ ദ സീ വാട്ടർ എന്നാണ് ഏത് തിയറി പറഞ്ഞത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം പറഞ്ഞല്ലേ? അപ്പൊ ആ രാസപരിണാമ സിദ്ധാന്തം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ആൾക്കാരാണ് ആരൊക്കെ? ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഇവർ രണ്ടുപേരും എന്താണ് പറഞ്ഞത്? ഗ്യാസസിൽ നിന്നും ലൈഫ് ഒറിജിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു.
സിഡ്നി ഫോക്സ് ആണെങ്കിൽ എന്ത് ചെയ്തായിരുന്നു, പ്രോട്ടീൻസിന് സമാനമായിട്ടുള്ള മോളിക്യൂൾസ് കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ദെൻ ജോവാൻ ഓറോ എന്ത് ചെയ്തു, ന്യൂക്ലിക് ആസിഡുകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആയ നൈട്രജൻ ബേസുകൾ, ഏത് നൈട്രജൻ ബേസ് ആണ്, അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് നിർമ്മിച്ചു. ഇനി ഇത്ര മാത്രമല്ല, ഒരുപാട് പേര് ഈ മേഖലയിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം നടത്തിയത് ലബോറട്ടറിയിലായിരുന്നു. അതായത് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി ഒരു ലബോറട്ടറിയിൽ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് റിക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പെരിമെന്റ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.